ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സ്വന്തം മണ്ഡലമെന്ന നിലയ്ക്ക് ദേശീയ ശ്രദ്ധ വേണ്ടുവോളം കിട്ടിയ സ്ഥലമാണ് വയനാട്. രാഹുലിന്റെ രാജിക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കന്നി മത്സരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ 4,80,036 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത ഇടമാണ്. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായി തുടരുമ്പോഴും ജില്ലാ നേതാക്കൾക്കിടയിലെ പടലപ്പിളക്കങ്ങൾ ദേശീയ നേതൃത്വത്തിന് വരെ തലവേദനയായിരിക്കുന്നു. പ്രാദേശിക നേതാക്കളുടെ തുടർച്ചയായ ആത്മഹത്യകൾ, അതിനോട് നേതൃത്വം കാണിച്ച സമീപനം, പാർട്ടി നേതൃത്വത്തിനെതിരെ മരിച്ചവരുടെ കുടുംബങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക കണ്ടതും കേട്ടതും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. പാർട്ടിയിലെ നേതാക്കളുടെ പേരെഴുതി വെച്ചാണ് NM വിജയൻ എന്ന നേതാവ് മകനൊപ്പം ആത്മഹത്യ ചെയ്തത്. ആ കുടുംബത്തിന് പാർട്ടി വരുത്തിവെച്ച വൻ ബാധ്യത ഒരുപാട് കോലാഹലങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് തീർത്തത്. ജില്ലയിൽ ഗ്രൂപ്പുകൾ 3 നേതാക്കൾ ചേരിതിരിഞ്ഞാണ് പോരാട്ടം. ആത്മഹത്യാ ആരോപണങ്ങളിലടക്കം ഉയർന്നു കേട്ട DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ കസേര ഒടുവിൽ തെറിച്ചിരിക്കുന്നു. പ്രിയങ്ക തന്നെ ആവശ്യപ്പെട്ട് വാങ്ങിയ രാജിയെന്നാണ് സൂചന. ദേശീയ നേതാക്കളെ വിജയിപ്പിച്ചെടുത്ത പാർട്ടിയുടെ സ്വന്തം മണ്ഡലത്തിലെ ചക്കളത്തി പോരാട്ടം തടയാൻ സംസ്ഥാന നേതൃത്വം പരാജയപ്പെടുകയായിരുന്നു. തിരുത്തിൽ തെറിച്ചോ എന്നതാണ് ചോദ്യം. CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്, കോൺഗ്രസ് സഹയാത്രികൻ നിസാം സെയ്ദ്, സാമൂഹ്യ നിരീക്ഷകൻ MN കാരശ്ശേരി, മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ നിസാം സെയ്ദിലേക്ക്. നിസാം സെയ്ദ്, ഇപ്പോൾ ND അപ്പച്ചൻ്റെ രാജി, ഇത്രയും ആരോപണങ്ങൾ കേട്ട ശേഷം ND അപ്പച്ചൻ്റെ രാജി, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്കുള്ള രാജി എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. അങ്ങനെയല്ല എന്നാണ് കേട്ട വാർത്തകൾ. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ കുറച്ചു ദിവസം തങ്ങിയിരുന്നു. പ്രിയങ്കയ്ക്കൊപ്പം രാഹുലും ഉണ്ടായിരുന്നു, അവിടെ സോണിയാഗാന്ധിയും ഉണ്ടായിരുന്നു. തൻ്റെ മണ്ഡലത്തിലെ പാർട്ടിയുടെ സാഹചര്യം അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കിയില്ലേ പ്രിയങ്ക? ഇത് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട രാജിയല്ലേ? അതൊരു അതിവായനയാണ് സ്മൃതി. പ്രിയങ്ക ഗാന്ധിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും റോളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ND അപ്പച്ചനെ DCC പ്രസിഡൻ്റാക്കിയ അന്ന് തന്നെ ND അപ്പച്ചൻ ശരിയായ ഒരു ചോയ്സ് അല്ല, ശരിയായ ഒരു തെരഞ്ഞെടുപ്പല്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. അദ്ദേഹത്തെ DCC പ്രസിഡൻ്റായി നിയോഗിക്കുമ്പോൾ അന്നത് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഏറ്റവും ചലനാത്മകമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അവിടെ DCC പ്രസിഡന്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരുന്നു. പക്ഷേ ND അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യപരവും മറ്റു കാരണങ്ങളും ഒക്കെ കൊണ്ട് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കാനുള്ള ഇച്ഛാശക്തിയോ അതുപോലെ തന്നെ അതിനുള്ള ഒരു മോട്ടിവേഷനോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടില്ല, വ്യക്തിപരമായി അനുഭവപ്പെട്ടില്ല. അത് ഏതാണ്ട് ശരിയായിരുന്നു എന്ന് തെളിയുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. വയനാട്ടിലെ കോൺഗ്രസിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളൊന്നും ND അപ്പച്ചൻ്റെ സൃഷ്ടിയല്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ND അപ്പച്ചൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു വാസ്തവമാണ്. അതിന് വളരെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ ആ DCC പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റി വയനാട്ടിലെത്തുകയും ആത്മഹത്യ ചെയ്ത വിജയൻ്റെ കുടുംബവുമായി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ശുപാർശകൾ KPCCക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായത് വിജയൻ്റെ ബാധ്യതകൾ KPCC ഏറ്റെടുത്ത് പരിഹരിക്കണം എന്നുള്ളതാണ്. KPCC പരിഹരിച്ചു. ആ പരിഹരിക്കുന്ന ഒരു പ്രക്രിയയിൽ ഒരു താമസമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ താമസ കാലയളവിൽ അനിഷ്ടകരമായ ചില പരാമർശങ്ങൾ പല ഭാഗത്തുനിന്നും ആ ബാധ്യതയെല്ലാം കോൺഗ്രസിന് ഏറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല എന്ന് പറയുക വരെയുണ്ടായി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എല്ലാ ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്നലെ മുഴുവൻ കടവും അടച്ചു തീർക്കേണ്ടി വന്നു അല്ലേ? എനിക്കറിയാവുന്ന അനുസരിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായും എല്ലാ ബാധ്യതകളും അടച്ചു തീർക്കണമെന്ന് ശുപാർശ ഉണ്ടായിരുന്നു. അത് കരാറായി ഒപ്പിട്ടിരുന്നതാണ്. അത് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ആ കരാറിൽ പങ്കുചേർന്ന അദ്ദേഹത്തിന് പറഞ്ഞു. അതുപോലെ തന്നെ ജില്ലയിലെ DCC നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണമെന്ന് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ച് കോൺഗ്രസിലെ സ്വാഭാവികമായി തീരുമാനങ്ങൾ എത്തുന്ന ഒരു വേഗതയിൽ ND അപ്പച്ചനെ ഇപ്പോൾ മാറ്റി നിർത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ നിസാം സെയ്ദ്,
പ്രിയങ്ക ഗാന്ധി ഈ- രണ്ട് ഈ- തവണ ഈ- ഈ ഈ അവസാന റിപ്പോർട്ടിന്റെ സമയത്ത് അടിസ്ഥാനത്തിലാണ് ഒരു മിനിറ്റ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും മണ്ഡലത്തിൽ വന്നപ്പോൾ DCC പ്രസിഡന്റിന് അറിവുണ്ടായിരുന്നില്ല പ്രിയങ്ക ഗാന്ധി വരുന്ന കാര്യം. പ്രിയങ്കയുടെ പരിപാടികളും DCC പ്രസിഡന്റിനെ അറിയിച്ചിരുന്നില്ല. T സിദ്ദിഖ് മാത്രമാണ് പ്രിയങ്കയ്ക്കൊപ്പം എല്ലായിടത്തും സഞ്ചരിച്ചിരുന്ന എന്ന് വെച്ചാൽ DCC പ്രസിഡന്റിനെ പ്രിയങ്ക ഗാന്ധി ഒഴിവാക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞു വരുന്നത് അവിടുത്തെ MP-ക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണോ? അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകട്ടെ എന്ന് MP വിചാരിച്ചു എന്നാണോ? പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. പ്രിയങ്ക ഗാന്ധി ആ വിഷയങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരമുണ്ടാകുന്നില്ല എന്ന് ചിലപ്പോൾ ആരാഞ്ഞിട്ടുണ്ടാകും. പക്ഷേ തീരുമാനമെടുത്തത് KPCC തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായും വയനാട്ടിലെ DCCയുടെ അധ്യക്ഷനെ മാറ്റണമെന്നുള്ള കൃത്യമായ ശുപാർശ ഉണ്ടായിരുന്നു. ആ ശുപാർശ നടപ്പിലാക്കാൻ താമസമുണ്ടായപ്പോൾ ചിലപ്പോൾ അവരാരേലും എന്തുകൊണ്ട് താമസമുണ്ടായി എന്ന് ആരാഞ്ഞിട്ടുണ്ടാവാം. അല്ലാതെ അവരുടെ നിർദ്ദേശമനുസരിച്ചോ അവരുടെ തീരുമാനം അനുസരിച്ചോ അല്ല ഈ കാര്യങ്ങളിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. KPCC തന്നെ എടുത്ത നിർണയിച്ച ഒരു കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ ശുപാർശയ്ക്ക് ശേഷമാണല്ലോ KPCC അധ്യക്ഷൻ പറഞ്ഞത് എല്ലാ ബാധ്യതയും തീർക്കാനാവില്ല എന്ന്. അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദരേഖ ഈ പറഞ്ഞ NM വിജയന്റെ മരുമകൾ ആ ഫോൺ കോളിൽ റെക്കോർഡ് ചെയ്ത ഭാഗം പുറത്തുവിട്ടു. തിരുവഞ്ചൂർ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ പടലപ്പിടക്കത്തിൽ താല്പര്യമില്ല എന്നും ഈ സാമ്പത്തിക ബാധ്യത തീർക്കണമെന്നും തന്നെയാണ് എന്നും തിരുവഞ്ചൂർ പറയുന്ന വാചകങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തതാണല്ലോ. ഒരു ദീർഘമായ സംഭാഷണത്തിലെ 2 വരികൾ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കേട്ടത്. സ്വാഭാവികമായും തീർച്ചയായും അദ്ദേഹം കൂടി ഉൾപ്പെട്ട് തീരുമാനിച്ച ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട ഒരു ഉടമ്പടി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. ഇതിൽ സാധാരണമായ രാഷ്ട്രീയ കളികൾ പാടില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ്. പക്ഷേ അതുകൊണ്ട് KPCC പ്രസിഡന്റ് എല്ലാ ബാധ്യതകളും കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാധ്യതകൾ മാത്രമേ കോൺഗ്രസ് പൂർത്തിയാക്കുകയുള്ളൂ എന്നാണ് KPCC പ്രസിഡന്റ് അർത്ഥമാക്കിയതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതെ വന്നപ്പോഴാണല്ലോ പത്മജ നേരത്തെ ആത്മഹത്യാശ്രമം നടത്തി. അതിനുശേഷം DCC ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യഗ്രഹം ഇരിക്കുമെന്ന ഭീഷണി മുഴക്കി. അതിനുശേഷമാണ് ഈ മുഴുവൻ തുകയും എന്നാണ് അടച്ചു തീർത്തത് ശ്രീ നിസാം സെയ്ദ്? ഇന്നാണ് ആ കുടുംബത്തെ മുഴുവൻ രേഖകളും അവിടെ കാണിച്ചത്. ഞങ്ങൾ ഇതാ മുഴുവൻ അടച്ചു തീർത്തത്. ആ പ്രൊസീജിയർ വൈകി എന്ന് അങ്ങേക്ക് അഭിപ്രായമില്ല എന്നാണോ? ആ പ്രക്രിയക്ക് അല്ല, ആ പ്രക്രിയ വൈകി താമസിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അത്തരം ഒരു പ്രതികരണം ടെലിഫോണിൽ നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ പ്രക്രിയയ്ക്ക് അത്രയും താമസം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടി എന്നുള്ളതിൽ, ദീർഘകാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്നുള്ള ഒരു പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസിന് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായും, ബുദ്ധിമുട്ടുണ്ടാകും. അത് പരിഹരിക്കാനുള്ള ഒരു കാലതാമസം അതിൻ്റെ അകത്തുണ്ടായി. ആ കാലതാമസം ഇതിലെ അഗ്രീവ്ഡ് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു എന്നും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. ശരി, കെ റഫീഖിലേക്ക് പോകുന്നു. റഫീഖ്, ഇപ്പോൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിന് എന്തു പറ്റി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടുത്തെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പല വർഷങ്ങളിലായി ആത്മഹത്യ ചെയ്യുന്നു. എണ്ണം എടുത്തു കഴിഞ്ഞാൽ 5 പേരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ആത്മഹത്യകൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. പല നേതാക്കൾക്കെതിരെയും പരാതി പറഞ്ഞ്, അല്ലെങ്കിൽ അവിടുത്തെ പടലപ്പിണക്കത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന നേതാക്കൾക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ടാണ് പലരും ജീവൻ വെടിയുന്നത്. ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലടത്തിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ND അപ്പച്ചന്റെ രാജി സംഭവിക്കുമ്പോൾ അത് സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനം എന്നതാണ് ശ്രീ നിസാം സെയ്ദ് വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ടു, പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയങ്ക ഗാന്ധി അവിടെ മണ്ഡലത്തിൽ പലതവണ വന്നപ്പോഴും ഈ പരാതികളാണ് അവരുടെ ചെവിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. CPM ഈ വിഷയത്തിൽ എടുക്കുന്ന അഭിപ്രായം എന്താണ് ഇപ്പോൾ ND അപ്പച്ചൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ? അല്ല, ഇവിടെ ND അപ്പച്ചൻ രാജിവെച്ചത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവർ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ, സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് രാജിവെപ്പിച്ചതെങ്കിൽ, ഏറ്റവും ആദ്യം രാജിവെപ്പിക്കേണ്ട ഒരാൾ ജില്ലയിൽ NM വിജയൻ്റെ മരണത്തിന് ഉത്തരവാദിയായി 1-ാം പ്രതിയായിട്ടുള്ള, അതുപോലെ തന്നെ അവിടെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും വിജിലൻസിൻ്റെ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള IC ബാലകൃഷ്ണനെ ആയിരുന്നല്ലോ. IC ബാലകൃഷ്ണൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ എല്ലാ പദവികളും തുടരുകയാണല്ലോ ചെയ്യുന്നത്.
അപ്പം ആ നിലയിൽ രാജിവെപ്പിച്ചത് ആയിരുന്നുവെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ ND അപ്പച്ചൻ്റെ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നീരസം അതിൽ വ്യക്തമാകുന്നുണ്ട്. ഈ രാജിയിൽ ഉൾപ്പെടെ അവരുടെ ഗ്രൂപ്പ് വഴക്കാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ വിഷയം വയനാട്ടുകാരെ സംബന്ധിച്ചും കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ഈ നിലയിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെയും അവരുടെ അധികാര താല്പര്യത്തിൻ്റെയും എല്ലാം ഭാഗമായി വയനാട് ജില്ലയിൽ മാത്രം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 5 ജീവനുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സമീപകാലത്ത് മാത്രം നഷ്ടപ്പെട്ടതാണ്. PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരിടേണ്ടി വന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായ ദുരനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. അന്നത്തെ DCCയുടെ അധ്യക്ഷനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ആ കാര്യത്തിൽ അന്ന് നിലപാട് വ്യക്തമാക്കിയത്. NM വിജയനും അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനും മരിക്കേണ്ടി വന്നു. നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകൻ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു. 75,000 വായ്പയെടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് 25,75,000 രൂപയുടേതാണ്. അതായത് 25 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റ്സിന്റെ ഭാഗമായുള്ള ഫയലിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് 25 ലക്ഷം രൂപ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിന്റെ ഇരയായിട്ടാണല്ലോ രാജേന്ദ്രൻ നായർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയായിട്ടാണ് അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. തങ്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ 2ാം വാർഡ് പ്രസിഡന്റ്, അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഈ ND അപ്പച്ചൻ്റെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിലുള്ള കാര്യങ്ങൾ പറയുന്ന നിലയുണ്ടായത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ NM വിജയന്റെ കുടുംബത്തിന് തന്നെ പത്മജയ്ക്ക് ആത്മഹത്യാശ്രമം നടത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ടായല്ലോ. ആ നിലയിലുള്ള അനുഭവങ്ങളൊക്കെയാണല്ലോ ഈ അടുത്ത സമീപകാലത്ത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളത്. രാജേന്ദ്രൻ നായരുടെ കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അവരെ പറഞ്ഞ് പറ്റിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ പാലിക്കാത്തതിനെ കുറിച്ചെല്ലാം അവർ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ രൂപത്തിലുള്ള സംഭവങ്ങളെല്ലാം നടന്നു വരികയാണ്. ജീവനുകൾ പൊലിയുന്നു. വലിയ രൂപത്തിൽ ആ ജീവനുകൾ പൊലിഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തിന് ജീവൻ അവസാനിപ്പിക്കേണ്ട രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നു. നേരിടേണ്ടി വരുന്ന വഞ്ചനയെക്കുറിച്ച് പറയേണ്ടി വരുന്നു. അധികാരമോഹത്തിന് വേണ്ടി അണികളെയും പ്രവർത്തകരെയുമെല്ലാം മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുന്ന ക്രിമിനൽ സംഘമായി വയനാട്ടിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാൾ മാറി നിന്നതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ നേതൃത്വത്തെ ആകെ മാറ്റാനും അതുപോലെ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും നിയമപരമായ നടപടികൾക്ക് വിധേയമാവുന്നവരെ സംരക്ഷിക്കാതിരിക്കാനും ആവശ്യമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ആ നിലയിലല്ലല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളിപ്പം പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ NM വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്നലെ ബഹുമാന്യനായ കൽപ്പറ്റ MLA T സിദ്ദിഖ് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം വലിയ രൂപത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടാൽ നമുക്ക് തോന്നുക അദ്ദേഹം എന്തോ സമ്മാനത്തുക നൽകിയതുപോലെയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അവസാനം ഒരു ആശംസ കൂടെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ജീവനുകളാണ് അവിടെ പൊലിഞ്ഞുപോയത്. ഇന്ന് പത്മജ അതിനെ സംബന്ധിച്ച് പത്രക്കാരോട് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഈ പണം കൊടുത്തിരുന്നുവെങ്കിൽ ആ 2 ജീവൻ പൊലിയില്ലായിരുന്നു. ശ്രീമാൻ NM വിജയൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നൊരു ഭാഗം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാങ്ക് നിയമനങ്ങൾക്ക് വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തു എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുറിപ്പുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പണം വാങ്ങിയതെന്നും ആ പണം പിന്നീട് കൊടുക്കാൻ നേതാക്കന്മാർ തിരിച്ചു തരാത്തതിന്റെ ഭാഗമായി 32 ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും വായ്പ 65 ലക്ഷം എടുത്ത വായ്പ 65 ലക്ഷമായിരിക്കുന്നു. താമസിക്കുന്ന വീടും അതുപോലെ തന്നെ ഭൂമിയും പണയം നൽകിയാണ് വായ്പയെടുത്തത്. ജപ്തി നടപടികൾ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുന്നത് DCCയുടെ ട്രഷററായിരുന്ന ശ്രീമാൻ NM വിജയനാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞതാണ്. ആ കടമാണ്, അതായത് കോൺഗ്രസിന് വേണ്ടി എടുത്ത കടമാണ് ഇവർക്ക് ബാധ്യസ്ഥപ്പെട്ട കടമാണ് ഇന്നലെ ഈ രൂപത്തിൽ തീർത്തത്. അത് തീർക്കേണ്ടി വന്നത് എപ്പോഴാണ്? പത്മജ വലിയ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വന്നു, ആ കുടുംബം പ്രതികരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പത്മജയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ട സാഹചര്യം വന്നു. വലിയ പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വരേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് ഇവർ ഈ നിലയിലുള്ള ഒരു കാര്യം ചെയ്തത്. പക്ഷെ ആ ചെയ്ത കാര്യത്തെയോ എന്തോ വലിയ രൂപത്തിൽ സമ്മാനത്തുക നൽകിയതുപോലെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമോ ഔദാര്യമോ നൽകിയതുപോലെയാണല്ലോ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് ഈ രൂപത്തിലേക്ക് കോൺഗ്രസ്
ആ കുടുംബങ്ങളോടുൾപ്പെടെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ മാറ്റപ്പെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. അത് അവരെന്തിന് മാറ്റപ്പെട്ടതാണോ, അദ്ദേഹം രാജിവെച്ചതാണോ, ഇതെല്ലാം അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇവർ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവർ ഈ തെറ്റുകാരെ എല്ലാം നടപടി സ്വീകരിക്കണമല്ലോ. ഇപ്പോഴും രാജേന്ദ്രൻ നായരുടെ മരണത്തിന് ഉത്തരവാദിയായി ജയിലിൽ കിടന്ന പിന്നെ കെ അബ്രഹാം ഭാരവാഹി സ്ഥാനത്ത് തുടരുന്നു. NM വിജയന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദിയായ IC ബാലകൃഷ്ണൻ ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ തന്നെ പത്മജയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണമായ T സിദ്ദിഖിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രിയങ്ക ഗാന്ധിയോടൊപ്പമൊക്കെ സഞ്ചരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ജോസ് നെല്ലട മരണപ്പെട്ടു. ജോസ് നെല്ലടത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ശ്രീമാൻ T സിദ്ദിഖ് MLA, വയനാട് ജില്ലയിലുള്ള MLA ആണല്ലോ, തയ്യാറായോ? IC ബാലകൃഷ്ണൻ MLA ജോസ് നെല്ലടത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി പോയിട്ടില്ല. അതാണ് അതെ, നിങ്ങൾ നോക്കൂ, അവർ പോയി കണ്ടു, അങ്ങനെ പറയൂ. അതായത് പ്രിയങ്ക ഗാന്ധി ആ വീട്ടിലേക്ക് പോയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ആ വീടിന്റെ തൊട്ടടുത്ത കിലോമീറ്ററുകൾ വരെ എത്തിയിട്ടും ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പോയിട്ടും അവിടെ സവാരി നടത്താൻ പോയിട്ടും അതിൻ്റെ തൊട്ടടുത്തുണ്ടായ വീട്ടിലേക്ക് ആരാണ്? ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ വോട്ട് പിടിക്കാൻ നടന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തൻ, മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഒരു ജനപ്രതിനിധി, എന്നിട്ടും ആ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയോ T സിദ്ദിഖോ അതുപോലെ IC ബാലകൃഷ്ണനോ ആ വീട്ടിലേക്ക് പോയില്ല. പ്രിയങ്ക ഗാന്ധി എത്രയോ ദിവസം വരുമെന്ന് കാത്തിരുന്ന് പോവാതിരുന്ന ഘട്ടത്തിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ അങ്ങോട്ട് പോവുകയുണ്ടായത്, അല്ലാതെ ഇങ്ങോട്ട് വരികയല്ല ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധിയോട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ അവർ ബ്രീഫ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയങ്ക ഗാന്ധിക്ക് ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രിയങ്ക ഗാന്ധി അല്ല, അതെ, അതാണ് പറയുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ അറിയിക്കുന്ന കാര്യങ്ങളാണല്ലോ ആ നേതാവിലേക്ക് എത്തുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം എത്തുന്നുണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഡോക്ടർ MN കാരശ്ശേരി, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഡോക്ടർ MN കാരശ്ശേരി, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ, ആ കാര്യത്തിൽ പറഞ്ഞോളൂ. ആ കാര്യത്തിൽ മാത്രം ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. അതായത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പൊ KPCCയുടെ അധ്യക്ഷൻ അവിടെ വന്നല്ലോ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ, KC വേണുഗോപാൽ വന്നല്ലോ അവിടെ, അതുപോലെ തന്നെ T സിദ്ദിഖ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൂടെ ഉണ്ടല്ലോ. ഇവർക്കൊന്നും ഭാഷാ പ്രശ്നമില്ലല്ലോ. അവരെന്തിന് പ്രിയങ്ക ഗാന്ധിയോട് അങ്ങോട്ട് പോവാതിരിക്കണം എന്ന് എന്തിനു വേണ്ടി പറയുന്നു? പ്രിയങ്ക ഗാന്ധി പോവാതിരിക്കാൻ കാരണം ഭാഷാ പ്രശ്നമോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് അനുസരിച്ചോ ആണെങ്കിൽ എന്തിനു പറയാതിരിക്കണം? അപ്പൊ കോൺഗ്രസ്സുകാരൻ മരിച്ചു കിടക്കുന്ന കോൺഗ്രസ്സുകാരോട് പോലും ക്രൂരമായി പെരുമാറുന്നവരായി ഇവർ മാറിയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ശരി, സമീപനമാണ് പ്രശ്നം. ഡോക്ടർ MN കാരശ്ശേരി, ഇപ്പോൾ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പ്രശ്നങ്ങളിൽ തന്നെ അവർ പെട്ടുകിടക്കുകയാണോ? ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ വിഷയം ഒരു വശത്ത് നിൽക്കുന്നു, അതിലെടുത്ത ശക്തമായ നിലപാടൊക്കെ ഉണ്ട്. പക്ഷേ അതിലപ്പുറം അത് കടക്കുന്ന രീതിയിലേക്കൊക്കെ ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് കോൺഗ്രസിൽ ഒരു നേതാവിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് വിരുദ്ധമായ ചില സമീപനങ്ങൾ മറ്റു നേതാക്കൾ പരസ്യമായി പറയുക, അതൊരു വശത്ത് നടക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വയനാട്ടിലെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തിരുത്തൽ നടപടി നടക്കുകയാണോ? ഇപ്പോൾ ND അപ്പച്ചനെ മാറ്റിക്കൊണ്ട് DCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് കടക്കുകയാണോ? ആ തിരുത്തൽ നടപടി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന നടപടിയായിട്ടല്ല, ഹൈക്കമാൻഡ് ഇടപെടലായിട്ടല്ലേ കാണേണ്ടി വരിക? സ്മൃതി, എനിക്കിതിൽ ആദ്യം ഒരു അനുമോദനം പറയാനുള്ളത് CPM-നെ പറ്റിയാണ്. മരിച്ചുപോയ NM വിജയൻ്റെ ബാധ്യത നിറവേറ്റാൻ, അത് അടച്ചു തീർക്കാൻ അവരുടെ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് CPM പറഞ്ഞു. അത് വളരെ തീർച്ചയായിട്ടും നമ്മൾ അനുമോദിക്കേണ്ട ഒരു നിലപാടാണ്. അതുകൂടി ഇപ്പോൾ KPCC ഈ ബാധ്യത അടച്ചു തീർക്കുന്നതിന് ഒരു ക്ഷിപ്രത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രകോപനം അല്ലെ ഒരു പ്രചോദനം ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അവിടെ ഇപ്പം CPM-ൻ്റെ അവിടുത്തെ നേതാവും കോൺഗ്രസ് നേതാവും ഒക്കെ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇതിലിപ്പോൾ കോൺഗ്രസിനകത്ത് എന്നും ഉള്ള ഒരു കാര്യമാണ് ഈ തമ്മിത്തല്ല് എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഇടയ്ക്കുള്ള
അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ എല്ലാം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ NM വിജയൻ്റെ മകള് പത്മജയ്ക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഒക്ടോബർ 2 അവർ നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എത്തിക്കാന്ന് പറഞ്ഞാൽ അവരുടെ കെടുകാര്യസ്ഥത. പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത്, ഞാൻ ആവർത്തിക്കുകയാണ്, എന്നും ഏത് നാട്ടിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 9 കൊല്ലമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി അവരുടെ നേതാക്കന്മാർ പെരുമാറുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ VD സതീശൻ എടുത്ത നിലപാടിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ മറ്റ് നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ നിലപാട് എന്താണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ ഒരു അബദ്ധം, ആത്മഹത്യാപരമായ നിലപാടുകളാണ് ഇതിലൊക്കെ വരുന്നത്. കാരണം പല പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഇപ്പം ഭരണപക്ഷത്തിൻ്റെ ഒരു കാര്യവും കൈകാര്യം ചെയ്യാൻ വയ്യാത്ത അളവിൽ പ്രതിപക്ഷത്തിന് സ്വന്തം പ്രശ്നമുണ്ട്. അതിപ്പോൾ പ്രതിപക്ഷത്തുള്ള പാർട്ടിയിൽ മുസ്ലിം ലീഗിന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളില്ലാതെയുള്ളൂ. കോൺഗ്രസ്സിനാണെങ്കിൽ എവിടെയും അത്തരം പ്രശ്നങ്ങളുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല, പലതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു കാര്യം, കേരളത്തിൽ ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കണമെങ്കിൽ, പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെങ്കിലും ബാങ്കുകൾ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്ന കാര്യമാണെങ്കിലും ശമ്പളം കിട്ടാത്ത കാര്യമാണെങ്കിലൊക്കെ ആത്മഹത്യയാണ് നമ്മുടെ ഒരു പരിഹാരം എന്ന് വരുന്ന എന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് തൻ്റെ ഭാര്യയ്ക്ക് 14 കൊല്ലമായി ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ള പരാധീനതയിൽ ഷിജോ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരിയിൽ 5 കൊല്ലമായി ശമ്പളം കിട്ടാത്തൊരു ടീച്ചർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും, എന്ത് പരിഹാരം ഉണ്ടാവണമെങ്കിലും, ആര് ഒരു കാര്യം ശ്രദ്ധിക്കണമെങ്കിലും ആത്മഹത്യ ചെയ്യണം. ഭീഷണിപ്പെടുത്തിയാൽ പോരാ. 14 കൊല്ലം ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥം ആലോചിച്ച് നോക്കൂ. അപ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ, ഇപ്പം നേരത്തെ വയനാട്ടിൽ 5 നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തതിൻ്റെ കഥകൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് എന്ത് ജനാധിപത്യമാണ് മനസ്സിലാവുക? അതിൻ്റെ അകത്തുള്ള ഇൻഫൈറ്റിങ് തീർക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ ഈ 60 ലക്ഷത്തോളം രൂപ അടയ്ക്കുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് അവരുടെ കെടുകാര്യസ്ഥതയുടെ ഒന്നാന്തര ഉദാഹരണമാണ്. കാരണം NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും കൂടി മരിച്ചു. ഒരു കാര്യത്തിന് 2 പേര് മരിച്ചു. എന്നിട്ട് പോലും അതിനകത്തൊരു അഭിപ്രായ ഐക്യമില്ല. അതുകൊണ്ടാണല്ലോ തിരുവഞ്ചൂരിന് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്കും അവരുടെ ഉത്തരവാദിത്തം, അവരുടെ നേതാക്കന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നില്ല എന്നുള്ളത്, നമ്മൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത് വളരെ കഷ്ടമാണ്. 1-2 കാര്യങ്ങളുണ്ട് ഡോക്ടർ എം എൻ കാരശ്ശേരി. ഇപ്പോൾ ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദരേഖ പുറത്തു വരുന്നതൊക്കെ എപ്പോഴാണ്? അവിടേക്ക് ഈ 2 ആത്മഹത്യകൾക്കും ശേഷം, അത് വിവാദമായ ശേഷം, ആ കത്ത് പുറത്തു വന്ന ശേഷം അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നേതാക്കൾ അവിടെ പോയി കണ്ടിരുന്നു. അതിൽ ഈ പറഞ്ഞ തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കൾ എന്ന് വെച്ചാൽ നേതൃത്വം തന്നെ പോയി കൊടുത്ത ഉറപ്പാണ് കൊടുക്കാതെ നീട്ടി കൊണ്ടുപോയത്. ആ മരണം തന്നെ എത്ര രീതിയിൽ കേരളം ചർച്ച ചെയ്താണ്. അപ്പോൾ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്, പാർട്ടി പ്രതിരോധത്തിലാണ് എന്നറിഞ്ഞിട്ടും ആ കടം വീട്ടാതെ അതിങ്ങനെ വൈകിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ്. വളരെ ഇൻസെൻസിറ്റീവായി അതിൽ പ്രതികരിക്കുന്നു. രണ്ടാമത്തത്, ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം തന്നെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വിഷയമാകും എന്നൊരു അധിക ഉത്തരവാദിത്വം കൂടി ഉണ്ടാകേണ്ടതായിരുന്നു നേതൃത്വത്തിന്. അത് ആ തരത്തിൽ കൂടി പരിഗണിച്ചില്ല എന്ന് വേണ്ടേ കാണാൻ? തീർച്ചയായിട്ടും. എന്താണെന്ന് വിചാരിച്ചാൽ ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മ വരികയാണ്. കോൺഗ്രസ്സിന് മാത്രമേ കോൺഗ്രസ്സിന് തോൽപ്പിക്കാൻ പറ്റൂ എന്ന് നെഹ്റു പണ്ട് പറഞ്ഞിരുന്നു. 50കളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മാധ്യമങ്ങളുടെ ഒരു റോള് കൂടി നമ്മൾ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് പുറത്തു വരുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ, എത്രയോ വിശദമായി, എപ്പോഴും പൂർണ്ണ സത്യം ആയിക്കൊള്ളുന്നില്ല മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ പ്രത്യേകിച്ചും, ഇതൊക്കെ ഈ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് പോലും
പാർട്ടിയേക്കാൾ പ്രധാനം തൻ്റെ ഗ്രൂപ്പാണ്. ഇതാണ് കോൺഗ്രസിലെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നാടിനെ പറ്റിയോ പാർട്ടിയെ പറ്റിയോ ആലോചിക്കുന്നതിനേക്കാൾ അധികം അവനവൻ്റെ ഗ്രൂപ്പിനെ പറ്റി ആലോചിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ, ഇപ്പോൾ തീർച്ചയായിട്ടും ജോസ് നല്ലേടത്തിൻ്റെ വീട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പോയില്ല എന്നുള്ളത് വളരെ ഒരു വീഴ്ചയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അദ്ദേഹം ജനപ്രതിനിധിയാണ്, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് അവിടെ പോവാം. ഭാഷയുടെ എന്ത് പ്രശ്നമാണെന്ന് മൂന്നോ നാലോ വാക്യം പറയുമ്പോൾ അത് പരിഭാഷപ്പെടുത്താൻ അവിടെ ആളില്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഭാഷയുടെ പ്രശ്നം നമ്മൾ ഈ കൂടുതൽ പറയാനേ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോ ഇത്രയും പ്രതിസന്ധി വന്നിട്ട് പോലും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വരുമ്പോൾ മണ്ഡലത്തിൽ ഇങ്ങനെ ചില നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവരുടെ കുടുംബത്തിന് ഇത്തരം പരാതികളുണ്ട് എന്ന് പ്രിയങ്കയെ അറിയണ്ടേ? പ്രിയങ്കയെ അറിയിക്കേണ്ടവർ അത് അറിയിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ പ്രിയങ്ക നേരിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ പ്രിയങ്കയ്ക്ക് ആ കഥ അറിഞ്ഞാലല്ലേ കയറി ചെല്ലാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെ അവരറിയാതെ പോകുന്നത് ഗ്രൂപ്പ് വഴക്കമുണ്ടാവുന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. മറ്റിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അപ്പോൾ അവർക്ക് വേണ്ടിയും നേരത്തെ അവരുടെ സഹോദരന് വേണ്ടിയൊക്കെ വലിയ ജോലി ചെയ്ത ഒരാളായിരിക്കും ജോസ് നല്ലേടം. നമുക്കിപ്പോൾ സാഹചര്യം കൊണ്ട് ഊഹിക്കാവുന്ന അതാണ്. അദ്ദേഹം തന്നെ ജനപ്രതിനിധിയാണ്, പ്രാദേശിക നേതാവാണ്. അപ്പോൾ ഇവരൊക്കെ മത്സരിക്കുമ്പോൾ അവർക്കൊക്കെ വേണ്ടി പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ അത് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഗ്രൂപ്പ് വഴക്കിൻ്റെ താല്പര്യം കൊണ്ട് അറിയിച്ചില്ല എന്നാണ്. അത് വളരെ നിരുത്തരവാദപരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണിത്. ഞാൻ ആവർത്തിക്കുകയാണ്, പാർട്ടിയേക്കാൾ പ്രധാനമാണ് ഗ്രൂപ്പ് എന്ന് വന്നാൽ പിന്നെ ഗ്രൂപ്പേ ഉണ്ടാവുകയുള്ളൂ. അതിപ്പോൾ കേന്ദ്രത്തിൽ വന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെ ഒരാൾ പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുക. ശരി. അപ്പോൾ അങ്ങനെ എപ്പോഴും അനവധി ആളുകൾ, ഇപ്പം ഞാൻ ഈ കഥ പറയണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും സ്വയം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കും അതിനകത്തെ അച്ചടക്കവും അതിൻ്റെ ജനങ്ങളോടും പാർട്ടിയോടും ചില ആദർശങ്ങളോടും ചില മൂല്യങ്ങളോടും ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് വയനാട്ടിൽ ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറി ഞാൻ കാണുന്നത്. ശ്രീ സജീവൻ, കോൺഗ്രസ് ഒരു തിരുത്തൽ നടത്തുന്നു, വയനാട്ടിൽ ഒരു ശുദ്ധീകലശം നടത്തുന്നു എന്ന രൂപത്തിൽ ഈ നടപടിയെ കാണേണ്ടതുണ്ടോ? ND അപ്പച്ചനെ മാറ്റിയിരിക്കുന്നു. മാറ്റുന്നത് പരമാവധി കാര്യങ്ങൾ വഷളാക്കിയ ശേഷമാണ്. പക്ഷേ ആ ഒരു DCC അധ്യക്ഷനെ മാറ്റലോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? സ്മൃതി, എങ്ങനെയാണിത് പരിഹാരമാവുക, എങ്ങനെയാണ് തിരുത്തലായി മാറുക എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ സമീപകാലത്തായിട്ട് തിരുത്തൽ എന്ന പേരിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, NM വിജയൻ്റെ ബാധ്യത, ബാങ്കിലെ കടബാധ്യതയായിട്ടുള്ള 63 ലക്ഷത്തി ചില്ലാൻ രൂപ അത് അടച്ചിട്ടുണ്ട്. അത് KPCC ആണോ, സോണിയാഗാന്ധി നേരിട്ടാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, രാഹുൽ ഗാന്ധിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പൈസ അടച്ചു. ഇവിടെ നിസാം സയ്യിദ് പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിക്കൊന്നും അറിയില്ല, നേരിട്ട് KPCC ആണ്, ഇതൊക്കെ അത് അടച്ചു. അത് പരിഹാരമാണോ? എന്താണ് അവിടെ NM വിജയൻ്റെ പേരിലുള്ള പ്രശ്നം? കടമെന്ന് പറയുന്നത് NM വിജയൻ ബാധ്യത ഉണ്ടാക്കിയതല്ല, പാർട്ടിയുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ബാധ്യത ഉണ്ടാക്കിയതല്ല. ബാങ്കുകളിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റ് ചില ആളുകൾ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയാവുന്ന KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനൊക്കെ എഴുതിയ കത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആളുകളൊക്കെ വാങ്ങിയ കടം അവർ തിരിച്ച് നിയമനവും കൊടുത്തില്ല, തിരിച്ചു കൊടുക്കുകയും ചെയ്യാത്ത ഘട്ടത്തിൽ സത്യസന്ധനായ ആ മനുഷ്യൻ അത് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ആയ പൈസയാണ് ഈ 63 ലക്ഷം എന്ന് പറയുന്നത്. ആ പൈസ കൊടുത്തു തീർത്തത് അല്ലല്ലോ പ്രശ്നം. അത് ആ ബാധ്യത തീരുന്നേ ഉള്ളൂ. അവിടുത്തെ കോൺഗ്രസിലെ പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാരായ തന്നെ ആളുകളോട്, കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളോട് കാശ് വാങ്ങിയിട്ട് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ ചില നേതാക്കന്മാർ, അവർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? തിരുത്തലുണ്ടാവണം, അതാണല്ലോ നടക്കേണ്ടത്. ഈ ബാധ്യത തീർക്കലല്ലല്ലോ. ബാധ്യത തീർക്കൽ സ്വാഭാവികമായിട്ടും വേണ്ട കാര്യമാണ്. അതല്ലല്ലോ ഈ ആളുകൾക്കെതിരെ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ, അവർ ഈ തട്ടിപ്പ് നടത്തിയതിനെതിരെ ഒരു നടപടിയും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും ആരും ചെയ്തതായിട്ട് നമുക്കറിയില്ല. രണ്ടാമത്തെ നടപടി, തിരുത്തൽ നടപടിയായി പറയുന്നത് ND അപ്പച്ചൻ്റെ ഈ രാജിയാണ്. ND അപ്പച്ചൻ്റെ രാജിയിലേക്ക് നയിക്കേണ്ട കാരണം, അതായത് ND അപ്പച്ചനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം എന്ന് പറയാവുന്നത്
തങ്കച്ചൻ്റെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ നടന്ന ആത്മഹത്യകളായിട്ടൊന്നും ബന്ധപ്പെട്ട് ND അപ്പച്ചനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. തങ്കച്ചനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അപ്പച്ചനിലേക്ക് വരുന്ന കാര്യങ്ങളുള്ളത്. അതല്ലല്ലോ അത് പ്രശ്നം. ആ തങ്കച്ചൻ്റെ പ്രശ്നം ഒക്കെ കടുത്തത് തന്നെയാണ്. പക്ഷേ അത് മറ്റ് കാര്യങ്ങളിൽ ജോസിൻ്റെ കാര്യത്തിലാണെങ്കിലും വിജയൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആത്മഹത്യകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വഴിവെച്ച ആളുകൾ എന്തെല്ലാണ്. അത് അപ്പച്ചൻ രാജിവെച്ചാൽ അത് മുഴുവൻ ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആകുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവിടെ നിസാം സെയ്ദൊക്കെ പറഞ്ഞ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു, അത് KPCC എല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പഴയ ആൾ പറഞ്ഞ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം. പക്ഷേ പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്താണ് പറഞ്ഞുള്ളത്? ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞുള്ളത് എല്ലാ കാര്യങ്ങളും താങ്കൾ തന്നെ അവിടെ ആവർത്തിച്ചു, എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാനൊന്നും KPCC കഴിയില്ല എന്ന്. അതാണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത്. പക്ഷേ ആ ബാധ്യത തീർക്കലാണ്, സാമ്പത്തിക ബാധ്യത തീർക്കലാണ് ഈ പ്രശ്നം, വയനാട്ടിലെ പ്രശ്നം എന്ന് പ്രിയങ്ക ഗാന്ധി വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും വിഡ്ഢിത്തമാണ്. അതല്ലല്ലോ പ്രശ്നം. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ തട്ടിപ്പ് നടത്തിയ പ്രശ്നങ്ങളാണ്. ആ തട്ടിപ്പുകാർ ഇപ്പോഴും തുടരുന്നു. തട്ടിപ്പുകാർക്കെതിരെ ഒരു നടപടിയുമില്ല. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അത് പരിഹരിക്കാതെ പ്രിയങ്ക ഗാന്ധി വന്നു, അതിൽ അവസാന ഘട്ടത്തിൽ ഇടപെട്ട് പരിഹരിച്ചു എന്ന് ഞാൻ വിചാരിക്കില്ല. പ്രിയങ്ക ഗാന്ധി ഇത് നമ്മൾ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ് ചെയ്തത് എങ്കിൽ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയാണ്. ഇനി അതല്ല മറ്റ് അവർ ഈ അപ്പച്ചനെതിരെ നടപടിയെടുക്കുമുണ്ടാവുന്ന വേറൊരു പ്രശ്നം, അതോടുകൂടി പ്രശ്നം തീരുമോ? അതായത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പച്ചനെതിരെ നടപടിയെടുത്തുകൊണ്ട് വയനാട്ടിലെ കോൺഗ്രസ് എല്ലാം കൂടി ഗംഭീരമായി ഇനി ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഈ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒന്നും നടപടിയല്ല, ഇതൊന്നും തിരുത്തലല്ല, ഇതൊക്കെ ഒരു തരത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ മാത്രമാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി പോലും അവർക്ക് ഭാഷ കൊണ്ട് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഷയും അറിയില്ലെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വയനാട്ടിൽ NM വിജയൻ്റെ മരണം മുതൽ ജോസിൻ്റെ മരണം വരെ തങ്കച്ചൻ്റെ ദുരനുഭവം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നതാണ്. സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് വേറെ ആരും പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം പ്രിയങ്ക ഗാന്ധിക്കില്ലല്ലോ. അവരത് മനസ്സിലാക്കേണ്ട, അതിനാണ് ഒരു ജനപ്രതിനിധി. അവരത് മനസ്സിലാക്കുന്നില്ല. അവരിവിടെ കുറേ ദിവസം ഉണ്ടായിട്ട് ഈ വീടുകളിൽ പോകാത്ത പോലും തെറ്റാണ്. പ്രശ്നം പരിഹരിക്കാൻ കുറേ പിന്നിപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ ബാധ്യതയൊക്കെ തീർത്തത് എന്ന് നോക്കിയപ്പം NM വിജയൻ്റെ ബാങ്കിലെ കടബാധ്യത തീർത്ത് പ്രിയങ്ക ഗാന്ധി അവരുടെ പോക്കറ്റിൽ നിന്നാണ് എങ്കിൽ അതുപോലും ശരിയായ കാര്യമാണ്. അതല്ലല്ലോ. വിജയൻ്റെ വീട്ടിലും ജോസിൻ്റെ വീട്ടിലും തങ്കച്ചൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കേണ്ടത്, അത് അവർ പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അവർ പറയുന്നത് കേട്ടിട്ട് വെറുതെ തലയാട്ടെങ്കിലും ചെയ്യാൻ അവരവിടെ പോവേണ്ടതല്ലേ? അവരെല്ലാം ഏതൊക്കെ സ്ഥലങ്ങൾ, ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി, ഏതെല്ലാം പുരോഹിതന്മാരുടെ അടുത്ത് പോയി, എങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ അവർ പോയി. ഇത്രയും ദിവസം അവിടെ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടായിരിക്കാം വയനാട്ടിൽ ഇത്രയും ദിവസം ചെലവഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ടും അവർ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നിടത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ആ MP-യുടെ, ആ ജനപ്രതിനിധിയുടെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ശ്രീ നിസാം സെയ്ദ്, ഈ പറഞ്ഞ ആരോപണങ്ങളിൽ ഇപ്പോൾ ഈ കടം കൊടുത്തു തീർത്തിരിക്കുന്നു, ND അപ്പച്ചനെ മാറ്റിയിരിക്കുന്നു, അതോടുകൂടി അവിടെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന രൂപത്തിൽ കാണാൻ കഴിയില്ല എന്ന് ശ്രീ A. സജീവൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ കാരണക്കാരായവർ ഇപ്പോഴും നേതാക്കളായി അവിടെ തുടരുന്നു, അവർക്കെതിരെ ഒന്നും നടപടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ പറഞ്ഞ ഈ പണം എവിടെ പോയി, ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ ആരാണ് എടുത്തുകൊണ്ടുപോയത് എന്ന അന്വേഷണം പാർട്ടി നടത്തിയോ? പാർട്ടിയല്ല, പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. ഇത് ഈ ND അപ്പച്ചൻ്റെ രാജിയോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ND അപ്പച്ചൻ രാജിവെച്ചതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ND അപ്പച്ചന് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് ND അപ്പച്ചൻ രാജിവെച്ചു.
അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പുതിയ ആരെങ്കിലും വന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രക്രിയ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമേ പാർട്ടി കരുതുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എൻ ഡി അപ്പച്ചനാണ് പാർട്ടി പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം, അതുകൊണ്ട് എൻ ഡി അപ്പച്ചനെ മാറ്റിയതുകൊണ്ട് എല്ലാം ഭംഗിയായി എന്നൊന്നും വിശ്വസിക്കാനും മാത്രം മണ്ടന്മാരൊന്നും കോൺഗ്രസിലുണ്ട് അല്ലെങ്കിൽ നാട്ടിലുണ്ട് എന്ന് ഞാൻ കരുതില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോ ആരെങ്കിലും കരുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നേതാക്കൾക്കെതിരെ പേര് എഴുതി വെച്ചിട്ടാണല്ലോ പോയത്. അതിന്മേൽ എന്ത് പാർട്ടി നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു പ്രധാന ചോദ്യം. ഇപ്പോൾ ജോസ് നെല്ലേടത്തിന്റെ കാര്യത്തിൽ കത്തിൽ ചില പേരുകളുണ്ടെന്ന് പറയുന്നു. അത് പക്ഷേ പുറത്തേക്ക് വന്നിട്ടില്ല. പോലീസ് ആ പേരുകളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിൽ നേതാക്കളുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടോ എന്നറിയില്ല. അതുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ NM വിജയൻ പറഞ്ഞ പേരുകളിൽ ആ നേതാക്കൾ എങ്ങനെയാണ് നേതാക്കളായി തന്നെ തുടരുന്നത്? NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് ആ കേസ് ഈ പറയുന്ന നേതാക്കന്മാരെ പ്രത്യക്ഷമായി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ കേസ് ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല? പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കേസിൽ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഒരു പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടുത്തേണ്ട കാര്യങ്ങളാണോ? പോലീസ് പറയട്ടെ, പോലീസ് അന്വേഷണം അവിടെ നിൽക്കട്ടെ. പാർട്ടിക്ക് ബാധ്യത എന്താണ്? പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരു നേതാവിനോടുള്ള ബാധ്യത എന്താണ്? ഈ പണം എഴുതി തള്ളൽ മാത്രമല്ലല്ലോ, പണം ബാധ്യത തീർക്കൽ മാത്രമല്ലല്ലോ, 2 ജീവനുകളാണ് പോയത്. സ്വന്തമായി പോലീസും കോടതിയും എന്നുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്. സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉണ്ടായി കാപ്പ് പഞ്ചായത്ത് പോലെ തീരുമാനങ്ങൾ എടുക്കുന്ന മറ്റു പാർട്ടികളുണ്ടാകാം. എന്നിട്ടും കോൺഗ്രസ് ഒരു ജനാധിപത്യ രീതിയിൽ ഒരു നിയമാനുസൃതമായി ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണമായി സഹകരിക്കുന്നു. ആ അന്വേഷണത്തിൽ ആരെയെങ്കിലും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും. ഇപ്പം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇത്രയും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ട് താമസമുണ്ടാകുന്നു എന്നൊക്കെ ചോദിച്ചാൽ കോൺഗ്രസ് അങ്ങനെ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ NM വിജയൻ്റെ ബാധ്യത ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചില പാർട്ടികൾ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയേറെ ആളുകളാണ് മരിച്ചത്, ചികിത്സ കിട്ടാതെ മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. അവരുടെ ഒന്നും ബാധ്യത ഏറ്റെടുക്കാൻ ഈ പാർട്ടി തയ്യാറാവുന്നില്ലോ. അവിടെയൊക്കെ എത്രയേറെ ആളുകളെ ഇരുട്ടത്ത് നിർത്തിയിട്ടാണ്, എത്രയേറെ ആളുകളെ മരിക്കാൻ വിട്ടിട്ടാണ്, എത്രയേറെ ആളുകളുടെ ജീവിതം നാനാവിധമാക്കിയിട്ടാണ് NM വിജയൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ CPM ഒക്കെ മുന്നോട്ട് വരുന്നതെന്നുള്ളത് ഈ നാട്ടിലിരിക്കുന്ന മുഴുവൻ ആളുകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കായശ്ശേരി ഭാഷ സൂചിപ്പിച്ച 2 ആത്മഹത്യകൾ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഇരകളുടെ ആത്മഹത്യകളാണ്. അതിനൊന്നും തീരുമാനമെടുക്കാതെ, അതിനൊന്നും നടപടിയെടുക്കാതെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും അല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ പോലും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഇടപെടുന്നത് വളരെ അത്ഭുതകരം എന്ന് മാത്രമേ കരുതാൻ കഴിയുള്ളൂ. ശരി, ശ്രീ കെ റഫീഖ്, നേരിട്ട് CPM-നുള്ള വിമർശനമാണ്, അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞങ്ങൾ വയനാട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രയാസം സ്മൃതി പറഞ്ഞപ്പോൾ ജനങ്ങളാകെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ഒരു വാർഡ് മെമ്പറായിട്ടുള്ള ഇതേ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ശ്രീമാൻ ജോസ് നെല്ലേടം മരിച്ചിട്ട് ഭാഷാ പ്രശ്നം കൊണ്ട് ഈ വിഷയം അവരറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വയനാട്ടിൻ്റെ ഏത് വിഷയമാണ് അപ്പോൾ അവരറിയുക? വയനാടിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ അവരെങ്ങനെ അറിയും? ഇവർ ഗ്രൂപ്പിനെ അനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന പാവയാണോ പ്രിയങ്ക ഗാന്ധി? അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? അപ്പം ഞങ്ങൾ വയനാട്ടുകാരെ സംബന്ധിച്ചൊരു ജനപ്രതിനിധി ഏത് നിലയിലാണ് ഞങ്ങൾക്ക് സേവനം കിട്ടുക എന്നത് കൂടിയാണ് ഇതിൽ വ്യക്തമാവുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ND അപ്പച്ചൻ ആണ് ഇതിൻ്റെ എല്ലാ കാരണക്കാരൻ എന്ന നിലയിലേക്ക് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, പോലീസിൻ്റെ ഭാഗമായി തന്നെ കേസെടുത്തു പോലീസ്. അതിൽ 1-ാം പ്രതി ആരാണ്? NM വിജയൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ളത് ശ്രീമാൻ IC ബാലകൃഷ്ണനാണ് 1-ാം പ്രതി. അദ്ദേഹം ഇപ്പോഴും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ കോൺഗ്രസ്. പോലീസ് അന്വേഷണത്തിൽ നടപടി എന്തായി? പോലീസ് വളരെ കൃത്യമായി ആ കാര്യം അന്വേഷിച്ചു, കേസെടുത്തതിൻ്റെ ഭാഗമായി ഈ അറസ്റ്റ് രേഖപ്പെടുത്തി, 2 പേരെയും അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായി അവർക്ക് ജാമ്യം കിട്ടി. പക്ഷെ അവർ അറസ്റ്റ് രേഖപ്പെടുത്തി, അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. വിശദമായ പരിശോധനകൾ കഴിഞ്ഞു. 2 കേസുകളാണ് നടക്കുന്നത്. 1-ാമത്തെ കേസ് ഈ മരണവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചാർജ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
രണ്ടാമത്തെ കാര്യം ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള KL പൗലോസും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ പണം NM വിജയൻ വാങ്ങി അവർക്ക് ട്രഷറർ എന്ന നിലയിൽ കൈമാറുന്നത്. ആ പണത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കത്തിൽ വ്യക്തമാക്കിയത്. ഞങ്ങൾ CPIMോ ഇടതുപക്ഷമോ ആരെങ്കിലുമോ പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എതിർ പാർട്ടികൾ ആരെങ്കിലും പറയുന്ന കാര്യമല്ല. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച DCCയുടെ ട്രഷററായിരുന്ന ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്തുള്ള NM വിജയൻ അദ്ദേഹത്തിന്റെ കത്തിലെഴുതിയതാണ്. എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഈ തുക മൊത്തം എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലുള്ള കാര്യമാണ്. അദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യം വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിജിലൻസ് നടത്തി. ആ വിജിലൻസിന്റെ പ്രാഥമിക എൻക്വയറി, ഇതൊരു വിഷയം, ഒരുപാട് പേർ ഇതിൽ പണം നൽകിയിട്ടുണ്ട്, ഒരുപാട് പേർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം നടത്തി, പ്രാഥമിക എൻക്വയറി നടത്തി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രാഥമിക എൻക്വയറിയുടെ ഭാഗമായി ഇതിന്റെ കേസ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർ നടപടികൾ അടിയന്തരമായി വരും. അപ്പം ഞാൻ സൂചിപ്പിച്ചത് കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? ജീവനുകൾ പൊലിയുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഈ ഗ്രൂപ്പ് വഴക്കിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരയായിട്ടാണ് ഇത്രയേറെ ആളുകൾ മരിച്ചു വീഴുന്നത്. വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ജീവനുകളാണ് പൊലിയുന്നത്. ഏതെങ്കിലും പണം അടച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടോ ഒരാളെ മാറ്റിയത് കൊണ്ടോ ഒരാൾ മാറിയത് കൊണ്ടോ ഈ പ്രശ്നം തീരുന്നതാണോ? ജീവനുകൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ? ഈ മനുഷ്യ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ജോസ് നെല്ലയുടെ. ഞാൻ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ എല്ലാവരും ഇവിടെ അവിടെയാണ് ശ്രീ കെ റഫീഖ് ഇപ്പോൾ നിസാം സയ്യിദ് ചോദിക്കുന്നത്, കരുവന്നൂരിൽ നിങ്ങൾക്ക് എത്രത്തോളം മനുഷ്യത്വം ഉണ്ടായിരുന്നു എന്ന്. അല്ല, കരുവന്നൂരിലെ വിഷയവും ഇതും ഒരുപോലെ സൂചിപ്പിക്കാൻ കഴിയുമോ ശ്രീമതി? കരുവന്നൂർ അതിലും ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇവിടെയുള്ള വിഷയം പറയട്ടെ, ഗൗരവത്തിൽ അല്ലല്ല ഒരു വിഷയം പറയട്ടെ, ഞാനതാ പറഞ്ഞു വരുന്നത്. സ്മൃതി, അതും ഇതും ഒരുപോലെ കാണാൻ കഴിയുമോ? അവിടെ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി അവിടെ പണം തിരിച്ചു കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. വളരെ കൃത്യമായി അവിടെ ഇടപെട്ടു. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ അല്ല, അത് ഒരുപാട് പണം കൊടുത്തില്ലേ? ഇനിയും കൊടുക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ളത് പോലെ ഒരു വിഷയം അവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇതുപോലെ ആരെങ്കിലും ഈ കത്തെഴുതി വെച്ച് KPCC കത്ത് കൊടുത്തുകൊണ്ട്, അതുപോലെ കത്തെഴുതി വെച്ചുകൊണ്ട് ഈ കാരണം കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായോ? നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ ജോസ് നെല്ലയുടെ മരണത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകളില്ലേ? കരുവന്നൂർ വിഷയവുമായി അല്ലല്ല, CPM ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാ അതിൽ വിഷയമുള്ളത്? CPM ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് എവിടെയാ ഉള്ളത്? ഇവിടെ എന്താ വിഷയം? ഈ NM വിജയൻ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം വെച്ചുകൊണ്ട് KPCC കത്ത് കൊടുക്കുന്നു. ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ ഭാരവാഹികൾ നേതൃത്വം ആ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മരണം ഉണ്ടാവുമായിരുന്നോ? ഉണ്ടാവില്ലല്ലോ. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും പല നേതാക്കന്മാരെയും സമീപിക്കുന്നു. ഒരു ഗത്യന്തരവുമില്ലാതല്ലേ അദ്ദേഹം മരിക്കേണ്ടി വന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ തന്നെ ആ കുടുംബത്തോട് തന്നെ ഇവർ ചെയ്തിരിക്കുന്നത് എന്താ? ആ കുടുംബത്തിനും ആത്മഹത്യയിൽ ശ്രമം നടത്തേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥ ഉണ്ടായില്ലേ? ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നില്ലേ ഉണ്ടായില്ലേ? ഇപ്പോൾ പോലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ വിഷയം മനുഷ്യജീവനുകൾ ഇങ്ങനെ പൊലിയുകയാണ്. കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് വഴക്കിന്റെയും സാമ്പത്തികത്തിന്റെ, എന്നിട്ട് അവരെ സംരക്ഷിക്കുന്നു. അവരെ വീണ്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നടന്ന തങ്കച്ചന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ND അപ്പച്ചന്റെ നടപടി എന്ന നിലയിലൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തങ്കച്ചൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PD സജിയുടെ പേര് തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോസ് നെല്ലയുടെ എഴുതി വെച്ച പേരുണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. എന്തേ നടപടി സ്വീകരിക്കാത്തത്? അപ്പം IC ബാലകൃഷ്ണന്റെ പേര് വളരെ കൃത്യമായി ഈ NM വിജയൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തേ നടപടി സ്വീകരിക്കാത്തത്? അപ്പം നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് കരുതുന്നത് അത് വിലപ്പോവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഒരു വിലയും കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്നില്ല. അവരെ ചൂഷണം ചെയ്തുകൊണ്ട് വീണ്ടും സ്വത്ത് സമ്പാദിക്കുക, അതിനുവേണ്ടി ഗ്രൂപ്പ് വടംവലി നടത്തിക്കൊണ്ട് അധികാരം പിടിക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് വളരെ ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിക്കറ്റ് കളി കാണാൻ പ്രിയങ്ക ഗാന്ധിക്ക് പോകാൻ സമയമുണ്ട്. ആനയെ ഊട്ട് നടത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സമയമുണ്ട്. തൊട്ടടുത്ത് പോയി റിസോർട്ടിൽ താമസിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സമയമുണ്ട്. സ്വന്തം പ്രവർത്തകൻ മരിച്ചിട്ട് അവിടെ ഒന്ന് പോകാൻ
ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്തേ ഇവർക്കാർക്കും സമയം കിട്ടിയില്ല? ശരി. അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയമാണല്ലോ. അപ്പൊ ഈ രൂപത്തിൽ കോൺഗ്രസ് തുടരുന്ന ഈ സമീപനം ഏതെങ്കിലും ഒരാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ടോ മാറിയത് കൊണ്ടോ പരിഹരിക്കപ്പെടുന്നതല്ല. ഈ നേതൃത്വം സ്വീകരിക്കുന്ന ഈ സമീപനം തിരുത്താൻ തയ്യാറാകണം. ഒന്ന്. രണ്ട്, ഈ ഇത്തരത്തിലുള്ള മരണത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വീണ്ടും മരണത്തിന് ഇരയാകേണ്ടി വരുന്ന അവസ്ഥ. ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ റഫീഖ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു MP ആയി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങയെയും പ്രിയങ്ക ഗാന്ധി വന്ന് കണ്ടിരുന്നു. മണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തൊരു MP ആണ് പ്രിയങ്ക എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഞാൻ അവരോട് 10-50 മിനിറ്റ് വിശദമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അവരങ്ങനെ ഒരു ധാരണ ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ജോസ് നല്ലേടത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ എൻ്റെ ഊഹമാണ്, എനിക്ക് കൃത്യമായിട്ട് അത് അറിഞ്ഞുകൂടാ. ആ വിവരം വേണ്ട ഗൗരവത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട്. അതിന് കാരണം അവിടുത്തെ ഗ്രൂപ്പ് വഴക്കാവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റിപ്പോൾ ഒരു ജനപ്രതിനിധി, കോൺഗ്രസിലൊരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. സാധാരണ മരണമല്ലല്ലോ, സാധാരണ മരണമാണെങ്കിലും അവിടെ പോകേണ്ടതാണ്. അപ്പോൾ അവരങ്ങനെ ഒന്നും തിരിയാത്ത ഒരാളാണ് എന്ന് അവരോട് സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും അവരിപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരുപാട് കാലമായിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതി ഉണ്ടാവാം. പിന്നെ ഈ ഭാഷയുടെ പ്രശ്നമൊന്നും മനുഷ്യരോട് പറയാൻ കൊള്ളുന്ന കാര്യമല്ല. എന്താ കാരണം വെച്ചാൽ അതൊന്നും ഇപ്പോൾ ഒരു വിഷയമുള്ള കാര്യങ്ങളല്ല. പ്രിയങ്ക ഗാന്ധി ഈ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പോൾ അവിടുത്തെ കൃഷിയെപ്പറ്റിയോ പ്രകൃതിയെപ്പറ്റിയോ ആദിവാസി കാര്യങ്ങളെപ്പറ്റിയോ ദളിത് പ്രശ്നങ്ങളെപ്പറ്റിയോ സ്ത്രീ പ്രശ്നങ്ങളെപ്പറ്റിയോ ഒക്കെ ചുരുക്കമായിട്ടാണ് ഞാൻ സംസാരിച്ചു. അപ്പോഴൊക്കെ അതവർ വളരെ മനസ്സിലാക്കുകയും പലതും കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വ്യക്തിപരമായി ഇതിനകത്ത് ഒരു മുൻകൈ എടുക്കണം, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി അവിടെ വയനാട്ടിൽ ആദിവാസി ഊരുകളിലൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും വളരെ കുറവ് വിഭാഗമുള്ള അല്ലെങ്കിൽ വലിയ വോട്ടർമാരുടെ ഒരു വോട്ടർമാരാകും എന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകളെയൊക്കെ പോയി കാണുകയും അവരുടെ കാര്യങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ കണ്ടറിയുകയൊക്കെ പ്രിയങ്ക ചെയ്തിട്ടുണ്ട് ഈ വന്ന ദിവസങ്ങളിൽ. അതെ, അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഈ പ്രകൃതിയുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ളൊരു മണ്ഡലത്തെയാണ് താങ്കൾ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കേരളത്തിലുടനീളമുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾ നേരിടുന്ന പലതരത്തിലുള്ള വിവേചനങ്ങൾ. അപ്പോൾ അവർ വളരെ വളരെ ശരിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, സാംസ്കാരിക രംഗത്തുള്ള കോൺഗ്രസിൻ്റെ പിടിപ്പുകേടും ഉദാസീനതയായിരുന്നു. അപ്പോൾ അവരവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരിമിതി ഏതെങ്കിലും വന്നിരിക്കാം, പക്ഷെ അതിന് പ്രാപ്തിയില്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. പിന്നെ ഇത്തരം പ്രശ്നങ്ങളിലുള്ളൊരു അടിസ്ഥാനപരമായൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ പാർട്ടികളിലും ഉന്നത ഉദ്യോഗസ്ഥന്മാരും മേലേ തട്ടിലുള്ള നേതാക്കന്മാരും മാത്രമല്ല, അഴിമതി എന്നുള്ളത് താഴെ തട്ടിലേക്കും കൂടി നമ്മൾ ശരിക്കും ജനാധിപത്യവൽക്കരിച്ചു അഴിമതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ കാശുണ്ടാക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ പറ്റി എടുത്ത് പറയേണ്ട, മിക്ക പാർട്ടികളിലുള്ളതാണ് ഇത്തരം ബാങ്കുകളുടെ. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ. മിക്ക ബാങ്കുകളിലും ഇപ്പോൾ എല്ലാ നാട്ടിലുള്ള കാര്യങ്ങളിലൊക്കെ ഈ തരത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാശുണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗമായി മാറി എന്നത് മിക്ക പാർട്ടികളിലും നമ്മൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പെട്ടെന്ന് സമ്പന്നരായതിനെ കുറിച്ച് പ്രതികരിച്ച ഒരു യുവ നേതാവിന് ഇപ്പോൾ സ്ഥാനം തെറിച്ചിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ തിരിച്ചെത്താം. റഫീഖ്, അങ്ങേക്ക് പ്രതികരിക്കാമെന്ന ശേഷം എനിക്ക് ശ്രീ സജീവനിലേക്ക് കൂടി പോകണം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുമ്പോൾ അവരൊരു പ്രാപ്തി കുറഞ്ഞ ആളാണെന്നോ അല്ലെങ്കിൽ പ്രാപ്തിയുള്ള അത് അങ്ങനെ അളക്കാൻ ഞങ്ങൾ ആളല്ല. ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം, ഭാഷയുടെ ഭാഗമായിട്ടാണ് മരണം അറിയാതെ പോയത് എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ പല വിഷയങ്ങൾ എങ്ങനെ അറിയും എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ട്, അവരിവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ. ഇപ്പോൾ വയനാടിൻ്റെ യാത്രാ നിരോധനം, അവർ പ്രതികരിക്കാൻ തയ്യാറായോ? വയനാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് വന്യമൃഗശല്യം. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായോ? വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് ഒരു തവണയെങ്കിലും ഈ കാര്യങ്ങളുമായി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല എന്നാണല്ലോ നമ്മുടെ അനുഭവം. വയനാടിൻ്റെ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെയുള്ളൊരു പ്രശ്നം നമ്മൾ കാണേണ്ടത്, 1.5 വർഷത്തിനിടയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇത്തരം വിഷയത്തിൻ്റെ ഭാഗമായി
4 മരണം നടക്കുന്നു 1.5 വർഷത്തിനിടയിൽ, ഒരു ആത്മഹത്യാശ്രമം നടക്കുന്നു, ഒരു ജയിലിലടക്കൽ നടക്കുന്നു. ഇതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരെയാണ്. ശരി. 2 കുടുംബങ്ങൾ അവരെ വഞ്ചിക്കപ്പെട്ടതിൻ്റെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ 2 കുടുംബങ്ങൾ പറയുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ചില നീക്കുപോക്കുകൾ മാത്രം നടത്തി ഈ വിഷയത്തെ ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കഴിയുമോ? കഴിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം പ്രതിയായുള്ള സംരക്ഷിച്ചിട്ട് പിന്നീട് അങ്ങനെ പോകും. ഇതിലൊറ്റ കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിലെല്ലാം KPCC നേതൃത്വത്തിനും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും പങ്കുണ്ട്. ഈ കാര്യങ്ങൾ അവരെ അറിവോടുകൂടി നടക്കുന്നതാണ്. NM വിജയൻ കത്തെഴുതിയത് നമുക്കറിയാലോ. പക്ഷേ KPCC അദ്ദേഹത്തിന് അനുകൂലമായിട്ടില്ല. പല നേതാക്കന്മാരുടെ പ്രതികരണം, VD സതീശന്റെയും അന്നത്തെ KPCC അധ്യക്ഷന്റെയും ഒക്കെ പ്രതികരണവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതെല്ലാം വ്യക്തമാക്കുന്നത് ഇവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ രൂപത്തിലുള്ള ഇടപെടലിന്റെയും സാമ്പത്തിക അപഹരണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവരെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ആരുടെയെങ്കിലും പേരിൽ ചാരി ഇതങ്ങ് മായ്ച്ചു കളയാമെന്ന് കരുതുന്നത് സജീവൻ. ഇപ്പോൾ ND അപ്പച്ചൻ സ്വമേധ്യാ രാജിവെച്ചു, അദ്ദേഹം തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ ഇപ്പോഴതാ തന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട്. ആ പേരുകൾ താൻ പിന്നീട് വെളിപ്പെടുത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. തീർച്ചയായിട്ടും ND അപ്പച്ചൻ സ്വമേധയാ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ് എന്ന് വിവരമുള്ള ആരും പറയില്ല. അത് കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. ND അപ്പച്ചൻ്റെ രാജി എന്ന് പറയുന്നത് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് എന്നെ പരിഹരിക്കാൻ ഈ ഇരുട്ടുകൊണ്ട് ഒട്ടയടിക്കുന്ന പരിപാടി മാത്രമാണ്. അതിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇതിന് വളരെ കൂടുതൽ വഷളാവുന്ന രീതിയിലേക്ക് ആണ് പോവുക. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇതറിയാത്ത ഗ്രൂപ്പ് പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞാലും അത് സത്യത്തിന് നിരക്കാത്ത കാര്യമാണ്. എല്ലാ MP-മാർക്കും ഉള്ളതുപോലെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഓഫീസുണ്ട്, അവിടെ ആവശ്യത്തിന് സ്റ്റാഫുണ്ട്. അവരുടെ പണി എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ പ്രധാന കാര്യവും MP അറിയേണ്ട എല്ലാ കാര്യവും, രാഷ്ട്രീയമാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതൊന്നുകിൽ അവർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇത് ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. വേറൊന്ന് നിസാം സെയ്ദ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ പാർട്ടിക്ക് പോലീസും കോടതിയും പഞ്ചായത്തൊന്നുമില്ല, നല്ല കാര്യം. പക്ഷേ ഈ NM വിജയൻ മരിക്കുന്നതിന് മുമ്പേ അന്നത്തെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അയച്ച കത്തുണ്ട്. ആ കത്ത് ഞങ്ങൾ ഞങ്ങൾ നടപടി എടുക്കും, ഞങ്ങൾക്ക് പോലീസ് ഇല്ലാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് കോടതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടപടി എടുക്കുന്നില്ല, ഇതാ പോലീസ്, നിങ്ങൾ പിണറായി വിജയൻ്റെ പോലീസ് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പോലീസിന് കൊടുത്തു, കൈമാറിയോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കേസെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ കൊടുത്ത പരാതിയില്ലേ, വിജയൻ്റെ കത്ത് അവരാരും കൈമാറിയിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കുറേ കൂടി വ്രണം മാന്തി വലുതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രതികരണമാണിപ്പോൾ അപ്പച്ചൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശരി, ശ്രീ നിസാം സെയ്ദ് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? കാര്യങ്ങൾ ഇവിടെ തീരില്ല എന്നുള്ള പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ ND അപ്പച്ചൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒന്നിൻ്റെ അവസാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും അധമമായ ഒരു പ്രസ്താവന. കേരളത്തിലെ പൊളിറ്റിക്കൽ നെറേറ്റീവിനെ CPM എത്രമാത്രം മലീസമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമായിരുന്നു പാലക്കാട്ടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫി പറമ്പിലിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ ഏറ്റവും അധമമായ ഒരു പ്രസ്താവന. അത് CPM കേരളത്തിൽ ചെന്ന് നിബന്ധിച്ചിരിക്കുന്ന ഒരു വലിയ ഗർത്തത്തിനെക്കുറിച്ച്, ഒരു വലിയ ദുരന്തത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു. അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ CPM നേതാക്കന്മാരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ശരി ശരി, വളരെ നന്ദി. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. വളരെ നന്ദി. ഒരുപാട് സ്ത്രീകളെ നമ്മുടെ വിഷയമല്ലല്ലോ, നമുക്ക് വിഷയമാകുന്ന സമയത്ത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഗർഭചിത്രം നടത്തുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കൂട്ടിയിരുത്തിയാണ് മലീമസത്തെ കുറിച്ച് ഇവർ സംസാരിക്കുന്നത്, ഓർത്തോളണം. അത്രയേ ഉള്ളൂ. വളരെ നന്ദി. റഫീഖ്, നിസാം സെയ്ദ്, MN കാരശ്ശേരി, സജീവൻ ചർച്ചയിൽ പങ്കെടുത്താണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.